ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നാട്ടിലൊരു കല്യാണം കൂടി വിശേഷമാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നാട്ടിലൊരു കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ കാണാം. എൻ്റെ കസിൻ്റെയാണ് കല്യാണം. കാഞ്ഞങ്ങാട് നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. രാവിലെ 11:30ക്കാണ് കല്യാണം. ഞങ്ങൾ പയ്യന്നൂരിൽ നിന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു. അതായത് ഞങ്ങളുടെ അടുത്തുനിന്നൊരു 26 കിലോമീറ്ററാണ് നക്ഷത്ര ഓഡിറ്റോറിയത്തിലേക്കുള്ള ദൂരം. അപ്പോൾ വഴിയിലൊക്കെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ആക്കാൻ അധികം വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായില്ല. എന്തായാലും ഞങ്ങൾ 10:30 ആയപ്പോഴത്തേക്കും ഓഡിറ്റോറിയത്തിലെത്തി, അതായത് കല്യാണ മണ്ഡപത്തിലെത്തി. അധികം ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏതാണ്ട് ആദ്യം എത്തിയ കൂട്ടത്തിലുള്ളവർ ഞങ്ങളായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ചേർന്ന് കല്യാണ മണ്ഡപത്തിലെത്തി. ഇനിയിപ്പോൾ 11:30ക്കാണ് കല്യാണം എന്ന് പറഞ്ഞല്ലോ. ഇനി അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണേ. ചെല്ലുമ്പോൾ തന്നെ അവിടെ പുറത്ത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതൊക്കെ കുടിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത്. ഞങ്ങൾ കല്യാണ മണ്ഡപത്തിൻ്റെ അകത്തോട്ട് കയറുവാണേ. അപ്പോൾ ഹനിക്ക് എന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹനി ഇതിനു മുമ്പ് നാട്ടിൽ കല്യാണം കൂടിയത് എനിക്ക് തോന്നുന്നു എൻ്റെ അനിയത്തിയുടെ കല്യാണം അവൾക്ക് 1 വയസ്സായപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് വലിയ ഓർമ്മകളൊന്നുമില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു കല്യാണം കൂടി ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു. അതത്ര കാര്യമായിട്ടൊന്നും ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഹനിക്ക് നല്ല ഓർമ്മ വച്ച ശേഷമുള്ള ഒരു ക്ലോസ് റിലേറ്റീവിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഹനിക്കും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ഇതിപ്പോൾ ഞങ്ങൾ കല്യാണ പെണ്ണിനെ കാണാൻ പോവാണേ. ഇതാണ് ഞങ്ങളുടെ വധു ഇന്നത്തെ. ഇനി വധുവിനെ കല്യാണ മണ്ഡപത്തിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത്. ഈ ചെറുക്കനെ മണ്ഡപത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു, അരിയിരിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുക്കൻ്റെ പെണ്ണിൻ്റെയും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും 12:30 ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ. നമുക്ക് കല്യാണ സദ്യ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവൊക്കെ കറി വെച്ചുവാ, സന്തോഷം. ഇനി നമുക്ക് കല്യാണ സദ്യ കഴിക്കാം. അത് കുഴപ്പമില്ല.
നീ അപ്പളേ ചോദിക്കണ്ടേ. എന്തേ തരാം നിങ്ങൾക്ക് കേട്ടോ? എന്നാ പറയും. വേണ്ടെങ്കിൽ വേണ്ട. ഇത് വേണോ? പുളിശ്ശേരി അത് ദാല് വേണോ? ഇനി ഞങ്ങൾ കല്യാണ ചെറുക്കിനെയും പെണ്ണിനെ കല്യാണത്തിന് ശേഷം ചെറുക്കൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണേ. അപ്പോൾ കാഞ്ഞങ്ങാട് മടിയൻകൂലം ക്ഷേത്രത്തിൻ്റെ കുറച്ചടുത്തായിട്ടാണ് ചെറുക്കൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണിയാകുമ്പോഴാണ് ചെറുക്കൻ്റെ വീട്ടിൽ കയറാനുള്ള സമയം. അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്താണ് അവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. 2 സൈഡിലും പോണ വഴിക്ക് മുഴുവൻ പാടങ്ങളും തോടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങളത് ചെറുക്കൻ്റെ വീട്ടിലെത്തി എല്ലാവരും. അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ചെറുക്കനും പെണ്ണും ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവർക്ക് വീട്ടിൽ കയറുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് ഇനി ഞങ്ങളുടെ കൊച്ചു താമസിക്കാൻ പോണ വീട്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കണം. ചപ്പൽ അവിടെ അഴിച്ചു വെച്ചോ കണ്ണ്. ഗെയിം ഗെയിം. പ്രസാദ് ഇവിടെ ഇരുന്നോടാ. ഞങ്ങൾ വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് അവർ അവിടെ കുറച്ച് സ്നാക്സും ജ്യൂസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടൊക്കെ കണ്ട ശേഷം ഞങ്ങൾ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. നമുക്ക് ആ കാഴ്ചകളും കൂടി കാണാമേ. ജ്യൂസ്, ഗുലാബ് ജാമുൻ, പിന്നെ കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് ഇതൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.